എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ ചക്കിക്കൊത്തൊരു ചങ്കരെ ഇരിക്കുന്ന നോക്ക് കുനിഞ്ഞ്. എടാ പ്രാതിയായി, എടാ കള്ള പ്രാതിയായി. നിങ്ങൾ എന്നെ പ്രാട്ട് ചെയ്ത് വിളിക്കും, കള്ളാന്ന് മാത്രം വിളിക്കല്ലോ എന്നെ. കള്ളം ചെയ്തത് കൊണ്ടല്ലേടാ നിന്നെ കള്ളാന്ന് വിളിച്ചത്. ഞാൻ എന്തിനു കള്ളം ചെയ്തോ? നിങ്ങളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോട്ടിച്ചോ നിങ്ങൾ കള്ളാന്ന് വിളിക്കേ? നീ സാധാരണ കള്ളനല്ലടാ, പിന്നെ എന്തിനു കള്ളം ഞാൻ? നീ വേലക്കള്ളായി. മാമ പോയി മാമ, എന്നെ വേലക്കള്ളാന്നൊന്നും വിളിക്കല്ലേ. എടാ ചേർക്കാ, ഇങ്ങോട്ട് നോക്കടാ, എൻ്റെ മുഖത്ത് നോക്കടാ. നിങ്ങൾ കാര്യം പറയും. നിന്നെ ഒരു ജോലിക്ക് ഇന്നലെ ഞാൻ കൊണ്ടാക്കിയല്ലേ. അടുത്ത് പറഞ്ഞ ജോലി വല്ല വാങ്ങിച്ചേരേ? നീ പറഞ്ഞില്ല. പിന്നെ നിന്റെ ഭാര്യ സ്വപ്ന എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് എന്തായിരുന്നു അങ്ങാരെ കാക്കൊടുക്ക കൈയും വെച്ച് 3 നേരം ഭക്ഷാനും ആഹാരം കഴിച്ച് കിടന്ന് ഉറങ്ങുകയാണെന്ന്. എടാ എടക്കാ, നീ വേലയ്ക്ക് പോയിരുന്നാൽ നിന്റെ വീട്ടിലെ കാര്യം ആര് നോക്കോടാ? ഞാൻ നോക്കുവോ എപ്പോഴും? ഞാൻ മാമ വാങ്ങിച്ചത് ജോലിക്ക് ഞാൻ പോയല്ലോ. പിന്നെ എന്ത് ഇന്ന് പോവാത്തത്? അവിടെ ശരിയാവൂല ആ വീട്ടിൽ. എടാ ചെറുക്കാ, അവരെ ഭർത്താവ് സ്ഥലത്തില്ലാത്തത് കൊണ്ട് അവർക്കൊരു സഹായത്തിന് ആൾ വേണമെന്ന് പറഞ്ഞല്ലേ ഞാൻ നിന്നെ അവിടെ ജോലിക്ക് കൊണ്ടാക്കിയത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ അവരുടെ സ്വഭാവം ശരിയല്ല അമ്മ. എന്തരടാ അവരെ സ്വഭാവത്തിന് കുഴപ്പം? രാത്രിയാവുമ്പോ അവർക്ക് വേറെ സ്വഭാവമാണ്. അയ്യോ, അതെന്തൊരു സ്വഭാവടാ? അതെന്തൊരു സ്വഭാവം? 9 മണിയാകുമ്പോ അവരുടെ സ്വഭാവമേ അങ്ങ് മാറും. അയ്യോ, അതാണ് മാമൻ ചോദിച്ചത്. അവരെ എന്തൊരു സ്വഭാവം മാറുന്നത്? 9 മണിയാകുമ്പോഴത്തേക്ക് കടയിൽ പോകാൻ പറയും സാധനം വാങ്ങിക്കാൻ. വാങ്ങിക്കാൻ പോണം. അതിനല്ലേ നിന്നെ അവിടെ കൊണ്ട് നിർത്തിയത്? മാമ കടയിൽ പോയി സാധനം വാങ്ങിക്കണല്ല അമ്മ കുഴപ്പം. പിന്നെ എന്തിനാണ് കുഴപ്പം? ഇന്നലെ നിങ്ങൾക്ക് അവര് കാണിച്ചറിയാമോ? അവരെന്തൊരു കാണിച്ചു പറ. ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞ് തേയില വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞ 1/2 കിലോ. വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ മാമ പോയി 1/2 കിലോ തേയില വാങ്ങിച്ചോണ്ട് കൊടുത്ത്. പിന്നെന്തൊരു കുഴപ്പമെന്ന് കൊണ്ടുവന്നപ്പോ ഞാൻ വാങ്ങിച്ചോണ്ട് കൊടുത്ത ഏവേറ്റി ആയിരുന്നു. അവര് പറഞ്ഞു ഏവേറ്റി അല്ലേ ബ്രൂക്ക് ബോണ്ടായിരുന്നു. അത് വാങ്ങിച്ചു കൊടുക്കണം. മാമ അവരെ പറ്റികടയിൽ തന്നെ മാറ്റി തരും. ഞാൻ പോയി മാറ്റി വാങ്ങിച്ചോണ്ട് കൊടുത്ത്. വാങ്ങിച്ചോണ്ട് കൊടുത്തോടണം എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു 5 കിലോ അരി വേണമെന്ന്. ന്യായമായിട്ടുള്ള കാര്യമല്ലേ, പോയി വാങ്ങിച്ചു കൊടുക്കണം. മാമ അതും ഞാൻ വാങ്ങിക്കാൻ പോയി. മാമ പോയിട്ടെന്തല്ലേ തന്നില്ലേ കടക്കാരൻ? കടന്ന് 5 കിലോ സുലേഖ ഞാൻ വീട്ടിൽ കൊണ്ട് വാങ്ങിച്ചു കൊടുത്ത്. അരിയല്ലേ സുലേഖ? അവിടെ കൊണ്ടുവന്നപ്പോ അവര് പറയല്ലേ ഇതല്ല അവർക്ക് മട്ട അരി വേണമെന്ന്. മട്ട എന്തൊരു മുട്ട അരിയാ? മാമ ചുവന്ന കളർ അരിയില്ലേ? എങ്കിൽ പിന്നെ മറ്റേ നിറവറ വാങ്ങിച്ചു കൊടുക്കണം. അവർക്കത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു അമ്മ. അതൊക്കെ ചിലപ്പോഴൊക്കെ പറ്റിപ്പോ. നീ ചേട്ടാനെ പോയി വാങ്ങിച്ചു കൊടുക്കാതെന്താ? അത് വാങ്ങിച്ചു കൊടുത്ത്. പിന്നെന്താ പറ്റി? അത് വാങ്ങിച്ചോണ്ട് വന്ന് പെണ്ണെ പറഞ്ഞ് 1 കിലോ എണ്ണ വാങ്ങിച്ചോണ്ടേ. വാങ്ങിച്ചു കൊടുക്കണം. മാമ ഞാൻ 1 കിലോ വെളിച്ചെണ്ണുള്ള കേര അത് വാങ്ങിച്ചോണ്ട് കൊടുത്ത്. ഇതല്ല എണ്ണാന്ന്. പിന്നെ എന്തൊരു എണ്ണ വേണമെന്ന്? മറ്റേ ഗോൾഡ് വിന്നറില്ലേ, ഗോൾഡ് വിന്നർ പാം ഓയില് അതാണെന്ന് അവർക്ക് അത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു അമ്മ. അതും ശരി തന്നെ. ഈ പറഞ്ഞതുപോലെ ഓരോ സമയം ഓരോ രീതിയിൽ പറഞ്ഞ പിന്നെ എന്നിട്ട് അതും വാങ്ങിച്ചോണ്ട് കൊടുത്തു അമ്മ. പിന്നെന്തൊരു പറ്റി? പിന്നെ എന്തൊരു പറ്റിയെന്നാ? എന്തൊരു പറ്റി? ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ഇരിക്കാൻ പോയത്. ഇരിക്കാൻ പോയതും പ്രാട്ടിയേ എന്നൊരു വിളി. ചോറ് തരാനായിരിക്കോടാ. മാമ പ്രാട്ടിയെ പോയി 2 പേർ പാല് വാങ്ങിച്ചോണ്ടിരായി. അയ്യോ, ചായ ഇടാനായിരിക്കോടാ. ചായ പോയി വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ 2 പേർ പാല് വാങ്ങിച്ചോണ്ട് വന്നു. ഈ പാലല്ലാന്ന്. അയ്യോ, പിന്നെ അത് പാലെന്നാ? മാമ ഞാൻ വാങ്ങിച്ചോടുന്ന മിൽമ പാല്. മിൽമ വിരിഞ്ഞതായിരിക്കും. കിരിഞ്ഞതൊന്നും അല്ല. പിന്നെന്തരേ? അവർക്ക് മുരളിയ പാല് വേണമെന്ന്. മഴയാ? എന്ത് എടാ, അങ്ങനെയാണെങ്കിൽ പുതിയ പരമായിട്ട് നിനക്ക് മുരളിയ പാല് വാങ്ങിച്ചു കൊടുത്താൽ പോരായിരുന്ന? എന്റെ മാമ എനിക്ക് എങ്ങനെ അറിയാം അവർക്ക് മുരളിയാൻ ആവശ്യമെന്ന്? ഞാൻ മുരളിയെ വാങ്ങിച്ചോണ്ട് പറഞ്ഞാൽ അവർക്ക് മിൽമ വേണമെന്ന്. ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയി മാമ. ഈ വീടും ഈ കടയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് അറിയാം? ദൂരം എത്ര വ്യത്യാസം? ശശാങ്കന്റെ കടയല്ലേ? 1/2 കിലോമീറ്റർ വരും, അത്രേ ഉള്ളൂ. മാമ ഈ 1/2 കിലോമീറ്റർ വെച്ച് 10 പ്രാവശ്യം എത്ര കിലോമീറ്റർ ആയി മാമ? എടാ, 10 പ്രാവശ്യം നടക്കുമ്പോ നിന്റെ ആരോഗ്യം നന്നാവുമല്ലേ? എന്റെ മാമ ഈ സാധനം എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് വാങ്ങിച്ചുകൊണ്ട് അവിടെ കൊടുക്കൂലായിരുന്നു മാമ. ഇത് എന്തൊരു സ്വഭാവം മാമ, എന്തൊരു സ്വഭാവം ഇവരെ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഇല്ല, എന്നെ കുറ്റം പറയണം, എന്നെ തന്നെ കുറ്റം പറയണം. എടാ, അവരെ കുഴപ്പമല്ല. പിന്നെ എന്റെ കുഴപ്പമോ? അല്ല, പിന്നെ നമ്മളെ ഡിപ്പാർട്ട്മെന്റിന്റെ കുഴപ്പമാണ്. നിങ്ങൾ തെളിച്ച് പറയുന്ന അങ്ങോട്ട്. എന്തിനാ ഡിപ്പാർട്ട്മെന്റ്? എടാ, അവരൊക്കെ എവിടെയാണ് ജോലി? എനിക്കെങ്ങനെ അറിയാം അവർക്ക് എവിടെയാണ് ജോലി എന്ന്? എടാ ഇറക്കാ, വില്ലേജ് ഓഫീസിലെ ക്ലാർക്ക്. അതിന് നമ്മൾ വില്ലേജ് ഓഫീസിൽ ഒരു കാര്യത്തിന് പോകുമ്പോ ആദ്യം അവര് പറയുന്നത് എന്തിനാണ്? ആധാർ കാർഡ് കൊണ്ടുവരാൻ. അത് കൊണ്ടുകൊടുക്കേണ്ട ന്യായമായിട്ടുള്ള കാര്യമല്ലേ അമ്മ? ആയിക്കോട്ടെ,
അത് കഴിഞ്ഞ് അത് കൊണ്ട് കൊടുക്കുമ്പോൾ പറയും ID കാർഡ്, വോട്ടർ ID കാർഡ് കൊണ്ട് കൊടുക്കാൻ. മാമ അത് കൊടുക്കണമല്ലോ മാമ. ഉടൻ തന്നെ പറയും സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ. മാമ ഇതെല്ലാം കൊടുക്കേണ്ടതല്ലേ മാമ? അത്യാവശ്യമുള്ള കാര്യമല്ലേ? എല്ലാം കൊടുക്കേണ്ടത് തന്നെ. അപ്പോഴാണ് പറയുന്നത് ഫോട്ടോ അവിടെ 5 കാപ്പി പാസ്പോർട്ട് ഫോട്ടോ എടുത്തോണ്ട് വരാൻ. മാമ അത് ഇതെല്ലാത്തിനും ഒട്ടിച്ച് വെക്കണ്ടേ? അതിന് വേണ്ടിയല്ലേ അവർ ഫോട്ടോ ചോദിക്കണം? അത് കൊണ്ടു കൊടുക്കാൻ പോരെ? ഉടൻ പറയാണ് റേഷൻ കാർഡിന്റെ കാപ്പി വേണം. ഇവരെന്തോ മാമ ഇതെല്ലാം കൂടെ ഒറ്റ പ്രാവശ്യം പറയാത്തെ? എടേ, സാധാരണപ്പെട്ട ആളുകളെ 10 പ്രാവശ്യം നടത്തിക്കുമ്പോ അവരെ മനസ്സിനൊരു സന്തോഷം തന്നെ. വാ